ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ 5 പ്രധാന ഇസ്രയേലി സൈനിക താവളങ്ങളെ തവിടുപൊടിയാക്കിയതായിട്ടാണ് ബ്രിട്ടീഷ് മാധ്യമമായിട്ടുള്ള ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പങ്കിട്ട ഉപഗ്രഹ ഡാറ്റ ഉദ്ധരിച്ചാണ് അക്രമ വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ലോകത്തെ ആശങ്കയിലാക്കിക്കൊണ്ട് 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രയേൽ സൈന്യത്തിനുണ്ടായ തിരിച്ചടി സംബന്ധിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ ഇതാദ്യമായിട്ടാണ് ഇസ്രയേൽ അനുകൂല മാധ്യമത്തിലൂടെ പുറത്തുവരുന്നത് എന്ന പ്രത്യേകതയും ഈ വെളിപ്പെടുത്തലിലുണ്ട്. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ താവളങ്ങളിലും മറ്റ് തന്ത്രപ്രധാന സ്ഥലങ്ങളിലും നടന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സൈനിക സെൻസർഷിപ്പ് നിയമങ്ങൾ കാരണം ഇസ്രയേൽ പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞിരിക്കുന്നതായിട്ടാണ് മറ്റൊരു പ്രമുഖ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ടെൽനോഫ് വ്യോമതാവളം, ഗ്ലിലോട്ട് രഹസ്യാന്വേഷണ താവളം കൂടാതെ സിപ്രോറ്റിക് ആയുധ നിർമ്മാണ താവളം ഉൾപ്പെടെയുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം ആഘാതം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് ടെലിഗ്രാഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. 6 റോക്കറ്റുകളാണ് ഇസ്രയേലി സൈനിക താവളങ്ങളിൽ പതിച്ചിരിക്കുന്നത്. കൂടാതെ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് വൻ പ്രഹരശേഷിയുള്ള മറ്റു 36 മിസൈലുകളും ഇസ്രയേലിനുള്ളിൽ പതിച്ചതായും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് 28 പേരുടെ മരണത്തിനിടയാക്കിയെന്നും 240 കെട്ടിടങ്ങൾക്കും 2 സർവകലാശാലകൾക്കും ഒരു ആശുപത്രിക്കും നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തതായും പറയുന്നുണ്ട്. അതേസമയം 500ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചതെങ്കിലും ഇതിൽ നല്ലൊരു വിഭാഗം പ്രതിരോധ സംവിധാനങ്ങൾക്ക് തകർക്കാനായതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇസ്രയേലും അമേരിക്കയും പ്രതിരോധിച്ച മിസൈലുകളുടെ എണ്ണം ഉയർന്നതാണെങ്കിലും ഓരോ ദിവസവും കഴിയുന്തോറും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നെത്തുന്ന ഇറാൻ മിസൈലുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. യുദ്ധത്തിന്റെ 7ാം ദിവസത്തോടെ ഏകദേശം 16% മിസൈലുകൾ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കടന്നെത്തിയതായിട്ടാണ് ഡാറ്റകളെ ഉദ്ധരിച്ച് ദി ടെലിഗ്രാഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷത്തിന്റെ ഘട്ടത്തിൽ ഇസ്രയേൽ പ്രതിരോധ മിസൈലുകളുടെ ക്ഷാമം നേരിട്ടിരുന്നു എന്ന് വാൾ സ്ട്രീറ്റ് ജേർണലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ മിസൈലുകളിൽ ഉപയോഗിച്ചതായി നേരത്തെ തന്നെ IDF സ്ഥിരീകരിച്ചിരുന്നു. അത് ഇസ്രയേലിൽ കൂടുതൽ ആഘാതമേൽപ്പിച്ചതായും വിലയിരുത്തപ്പെടുന്നുണ്ട്.